സാർ, ഈ നിയമസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ നെഞ്ചനകത്ത് ഇടിമുഴക്കം തീർത്തുകൊണ്ട് എത്ര നല്ല കമ്മ്യൂണിസ്റ്റുകളാണ് സാർ UDFന്റെ പിന്തുണയോടുകൂടി MLA-മാരെ വന്നിരിക്കുന്നത്. ശ്രീ G. സുധാകരൻ, CP ജോൺ, KK രമ, കുഞ്ഞികൃഷ്ണൻ, ശ്രീ ഗോവിന്ദൻ, അങ്ങനെ എത്രയെത്ര പേർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നാവാം. മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പരാജയം ഒന്നിന്റെയും അവസാനമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ആക്ഷേപവുമില്ല. പക്ഷേ തിരുമല നിർത്തി തിരുത്തുവാൻ തയ്യാറാവണം സാർ. സാർ, അടക്കത്തെ നായിക്ക് ഉതവ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല സാർ. ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ചിട്ടും ഒരു കാര്യവുമില്ല സാർ. കമ്മ്യൂണിസത്തെ അധികാരത്തിലെത്താനും അതിനുശേഷം ആ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുമുള്ള മാർഗമായി കാണാതെ കമ്മ്യൂണിസം ഒരു ജീവിത രീതിയാണെന്നും അതൊരു നിത്യജീവിത സമരമാണെന്നും കാണുവാൻ കമ്മ്യൂണിസ്റ്റുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇനി ഉയർത്തെഴുന്നേൽക്കൂ സാർ. ഇപ്പോഴും അപ്പുറത്തിരുന്ന് UDFനെ പള്ളു പറയുന്ന CPI-ക്കാരായ സുഹൃത്തുക്കളെ, നിങ്ങളും പലപ്പോഴും തിരുത്തേണ്ടടുത്ത് വായില്ലാ കുന്നിലപ്പന്മാരായി പോയി എന്നുള്ളതാണ് സങ്കടകരം. സാർ, അച്ചടി ഭാഷയിൽ ഇതിനകത്ത് വന്നിരുന്ന വർത്തമാനം പറഞ്ഞിട്ടോ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നതായി അഭിനയിച്ച് കാണിച്ചിട്ടോ കാര്യമല്ല സാർ. ഒക്കുന്നെങ്കിൽ മറ്റേത് ഒപ്പിച്ചെടുക്കാൻ നോക്കും. നിയമസഭ നേതാവ് സ്ഥാനമെങ്കിലും ഒപ്പിച്ചെടുക്കാൻ നോക്കും സാർ. ചോറ് കൊടുത്തതിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു വന്ധ്യവയോധിനായ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു മന്ത്രിക്ക് ചോറ് കൊടുത്തതിന് പുറത്താക്കിയ ഏക പാർട്ടി CPI അല്ലേ സാർ. ഗോവിന്ദ മാഷ് ഈ സഭയിൽ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടമാണ് സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങളൊന്നൊരു വാക്കിന് മലയാള നിഘണ്ടുവിൽ ഇല്ലെന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാണ്ടായി. സാർ, ഇന്നലത്തെ വാർത്ത KT ജലീൽ CPM-ൽ അംഗത്വം എടുത്തു വന്നതാണ്. മോളെ കെട്ടിക്കാറായപ്പോ വീണ്ടും വാപ്പ പുയ്യാപ്പിള ആയതുപോലാണ് സാർ ആ വാർത്ത. സാർ, നയപ്രഖ്യാപനത്തിൽ സ്വർണം കെട്ടവരെ കുറിച്ച് പറഞ്ഞില്ലെന്ന് BJP അംഗം ഇന്നലെ പരിതാപം പറയുന്നത് കേട്ടു. സാർ, നാക്ക് അകത്തേക്ക് ഇട്ടില്ല. അതിനു മുമ്പ് പാലക്കാട്ട് ദേവസ്വം ഭണ്ഡാരം കുത്തിത്തുറന്നതിന് BJP സ്ഥാനാർത്ഥി പ്രഭാവതി അകത്തായി സാർ. ഉത്സംബിയാവാഞ്ഞത് ഭാഗ്യം, ഇല്ലെങ്കിൽ അതിന്റെ പേരും വേറൊരു കലാപവും മുതലെടുപ്പും ഉണ്ടായാലും. സാർ, ഉറക്കത്തിൽ പോലും ശ്വാസം വിടുന്നത് പോലും ദേശീയതയിൽ അധിഷ്ഠിതമായ പാർട്ടി ഭരിക്കുമ്പോൾ ആദ്യമായി ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ കുളമാക്കി, CBSE കുളമാക്കി. സാർ, എല്ലാ മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള വളരെ മനോഹരമായ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ നയപ്രഖ്യാപനത്തെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നു. സാർ, എന്റെ സമയം ഇനിയും ഉണ്ടെങ്കിൽ അത് മുഴുക്കാത്ത ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിനയത്തോടുകൂടി